എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ട് ബാക്കി നമുക്ക് മാറ്റാം. മാറ്റിയ ശേഷം ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിരിക്കുകയാണ്. ഇതിന് പകരം ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടാണ്. വൈറ്റ് പാർട്ട് നമുക്ക് ആദ്യം ചേർക്കാം. അല്പം ഗ്രീൻ പാർട്ടൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് മൊത്തം നമ്മൾ ചേർത്തിരിക്കുകയാണ്. ഗ്രീൻ പാർട്ട് കുറച്ച് ഡെക്കറേഷന് വെച്ചിട്ട് ബാക്കി നമ്മൾ ചേർത്തു. ഇതിലേക്ക് 1/4 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. നമ്മൾ എരിവിന് കുരുമുളകാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കുരുമുളകൊന്ന് ചൂടായ ശേഷം നമ്മൾ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം.